അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. ഭാഗം 5. നമ്മുടെ കുളിപ്പിക്കൽ കഴിഞ്ഞ് നമുക്ക് കഫൻ പൊതിയണം. അപ്പോൾ കഫൻ പൊതിയുമ്പോൾ ആദ്യമായി നിയമത്തിലുള്ളതൊന്നുമല്ല, പിന്നെ മയ്യത്ത് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു തോർത്ത്, ആ തോർത്തിനെ ഈ നിലയിൽ മടക്കുക, ഇങ്ങനെ മടക്കുക. അപ്പം നീളം കൂടുതൽ കിട്ടും. അതല്ലാതെ ഇങ്ങനെ മടക്കുന്നുണ്ട്, ഇങ്ങനെ ചുറ്റി കഴിയുമ്പോൾ നീളം കുറയും. അതിനുവേണ്ടി ഇതിൻ്റെ ഒരു മൂല എടുത്തിട്ട് ആ മൂലയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ച് മടക്കി കൊണ്ടുവരിക. അപ്പം ഇങ്ങനെ മടക്കി കൊണ്ടുവന്നാൽ നല്ല നീളം കിട്ടും. ആ നീളം സെൻട്രൽ ഭാഗം നോക്കിയിട്ട് വെക്കുക. അത് കഴിഞ്ഞാൽ ഒരു നീളമുള്ള തുണി, ആ തുണി ഇടയ്ക്ക് വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പകുതി നീളമുള്ള രണ്ട് തുണിയുണ്ട്, ഇതിൻ്റെ പകുതി നീളം, അത് നമ്മുടെ പോക്കറ്റ് വെക്കുക. പലപ്പോഴും ഈ തുണി കാണാതെ പോകാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി പോക്കറ്റൊക്കെ വന്നത് കാലും തലയും കെട്ടാനുള്ളതാണ്. ഇടയ്ക്കിട്ടിരിക്കുന്ന ഈ തുണി ഇട കെട്ടാൻ വേണ്ടി ഉള്ളതാണ്. ഇതാണ് 3 കെട്ട് തുണി. ഇത് കഴിഞ്ഞാൽ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഒരു പുരുഷന് 3 തുണിയാണുള്ളത്. ഒരു പുരുഷന് 3 തുണി. അപ്പോൾ ഒന്നാമത്തെ തുണി വിരിച്ചു, ലിഫാഫ എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായ നീളമുള്ള വീതിയുള്ള ഒരു തുണി. ഒന്നാമത്തെ തുണി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് കർപ്പൂരം ഇടണം, അതുപോലെ തന്നെ അത്തറും ഇടണം. അത്തറും കുടഞ്ഞു, കർപ്പൂരം ഇട്ടു. രണ്ടാമത്തെ തുണി ഇട്ടു, അതിലും അത്തറും ഇട്ടു, കർപ്പൂരം ഇട്ടു. അത് മൂന്നാമത്തെ തുണി ഇടുന്നു, മൂന്നാമത്തെ തുണിയിലും അത്തറും കർപ്പൂരം ഇടുന്നു. അപ്പൊ 3 തുണി ഇട്ടു. ഇതാണ് ശാഫിഈ മദ്ഹബ്. ഹനഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഈ ലിഫാഫ ഉണ്ട്. ഈ ലിഫാഫ എന്ന് പറയുന്ന വലിയ തുണി കൂടാതെ ലിഫാഫ ഏറ്റവും വലുത്. ഈ മയ്യത്തിന്റെ തല മുതൽ പാദം വരെ എത്തുന്ന ഒരു ഇസാർ, മുണ്ട് എന്ന് പറഞ്ഞാൽ ഹനഫിയിൽ എങ്ങനെയാണ്, തല മുതൽ പാദം വരെ എത്തുന്ന ഒരു മുണ്ട്. മൂന്നാമത്തെ ഒരു കമീസ്. ഇത് 3ആണ് ഹനഫി മദ്ഹബ്. അപ്പൊ ഹനഫി മദ്ഹബിൽ ഒരു കമീസ്, അവിടെ കമീസ് എന്ന് പറയുന്നത് ഈ സാധനമാണ് ഹനഫിയിൽ കമീസ് എന്ന് പറയുക. ഇതായാലും മതി, സാധാ കമീസാണ്, ഇതായാലും മതി. ഇങ്ങനത്തെ ഒരു കമീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ തുണി, ഇടയ്ക്ക് ഒരു ഓട്ട ഇട്ടു. ആ ഓട്ട ഇട്ടതിന് ശേഷം അതിനകത്ത് ഇങ്ങനെ ഒരു കുപ്പായ കഴുത്ത് പോലെ ഇച്ചിരി നീട്ടി കീറിയിട്ടുണ്ട്. ഇതിനാണ് കമീസ് എന്ന് പറയുക ഹനഫിയിൽ. ശാഫിഈ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, വെറും ഇത്തരം 3 തുണി മാത്രം, ലിഫാഫ, പുടവ 3 എണ്ണം മാത്രം. മുണ്ടില്ല, കമീസില്ല, തലപ്പാവില്ല, ഒന്നുമില്ല. വേണമെങ്കിൽ തലപ്പാവും അതുപോലെ തന്നെ ഒരു കമീസും ജായിസാണ്, പക്ഷെ സുന്നത്തിനെതിരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 തുണിയിലാണ് പൊതിഞ്ഞതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ടുള്ള ഹദീസ് ഉണ്ട്, ബുഖാരി റിപ്പോർട്ടുന്ന ഹദീസാണ്. അപ്പൊ അതിന്റെ പേരിൽ 3 തുണി മാത്രമാണ് ശാഫിഈ മദ്ഹബ്. ശാഫിഈ മദ്ഹബിൽ നിന്ന് വ്യാപകമായി ഇത്തരം കമീസ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് ബിദ്അത്ത് മുൻകറ, വെറുക്കപ്പെട്ട ബിദ്അത്താണ്, ശരീഅത്ത് തഹരീം കടുത്ത ഹറാമാണെന്ന് ഖുർആനിൽ ഇആനത്തിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം. അതുകൊണ്ട് ശാഫിഈ മദ്ഹബ് ഈ സാധനത്തിനെ, ഈ കമീസ് എന്ന് പറയുന്ന സാധനത്തിനെ ഒഴിവാക്കുക. അതിനെ നിങ്ങളുടെ മയ്യിത്ത് പരിപാലനത്തിൽ വേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. 3 തുണി മാത്രം. ഹനഫി മദ്ഹബുകാർക്ക് ശാഫിഈ മദ്ഹബിന്റെ 3 തുണി എന്ന് പറഞ്ഞതിൽ പോലത്തെ ആ ഒരു തുണി. രണ്ടാമത്തെ ഒരു സാധനം ഒരു മുണ്ട് എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ തല മുതൽ പാദം വരെ നിൽക്കുന്ന ഒരു മുണ്ട്. മൂന്നാമത്തത് ഇത്. അപ്പോ ഏതാണെങ്കിലും ശാഫിഈ മദ്ഹബുകാർ 3 തുണി വിരിച്ചു, ഹനഫി മദ്ഹബുകാർ ആ ഒരു തുണി വിരിച്ചു, അതിന്റെ പുറത്തൊരു മുണ്ട് വിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സാധനം വിരിക്കുന്നു. ഈ സാധനം വിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കണ്ട് ഇങ്ങനെ ഇത് വിരിക്കുക. അപ്പൊ തല വരുന്ന ഭാഗത്താണ് ഇതിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മയ്യത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഇതെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഇടും. ഇട്ട് കഴിയുന്നുണ്ട് നമ്മുടെ കഴുത്ത് പോലായി തലയിൽ വെളിയിലോട്ട് വരും. ഇതാണ് ഹനഫിയിലെ 3 എണ്ണം. കമീസ്, അതിനടിയിൽ മുണ്ട്, അതിനടിയിൽ വലിയ ലിഫാഫ, ഒരു പുടവ. ശാഫിഈ മദ്ഹബിൽ ഇതൊന്നുമില്ല, വെറും 3 തുണി മാത്രം. ശരി, ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്കൊരു മയ്യത്തിനെ കിടത്തി കൈകാര്യം ചെയ്തു നോക്കാം.